ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ കൽദിയ പാർക്കിലാണ്. ഇവിടുത്തെ കുറേ ഉണ്ട്. ഞാനിവിടെ എഴുതാൻ വന്നതാണ്. ഇവിടെ പാർക്കിന് ഫാമിലി പാർക്കാണ് ഇത്. അപ്പോൾ എനിക്ക് എല്ലാവരും ഉണ്ട്. എൻ്റെ അനിയന് അലി ഉണ്ട്, പിന്നെ ഉപ്പ ഉണ്ട്, പിന്നെ ഉമ്മ വരാനായി. ഉമ്മ അവിടെ റൂമിൽ അമ്മ ഒപ്പം വരും. ഇവിടെ ഫാമിലി പാർക്കാണ്. ഞങ്ങളുടെ ഫാമിലി പാർക്കിൻ്റെ അടുത്താണ് ഞങ്ങളുടെ വീട്. പക്ഷേ ഈ ഫാമിലി പാർക്കിൽ പുല്ലൊക്കെ ഉണ്ട്. പക്ഷെ റോഡും ഉണ്ട്. ഫാമിലി പാർക്കിൻ്റെ ഉള്ളിൽ വീടും ഉണ്ട്. വീട് കുറേ ഉണ്ട്. വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, പിന്നെ നമ്മളെ ക്ലോസറ്റ്, പിന്നെ ബാത്റൂമൊക്കെ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കടയൊക്കെ ഉണ്ട്. തിന്നാനൊക്കെ ഫുഡ് അവിടെ നിന്ന് കിട്ടും. നേരം ഞാനിവിടെ ഞാനിങ്ങനെ വരച്ചോണ്ടേയിരിക്കും. ഞാനിങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കാം. ഇവരൊക്കെ കളിക്കാൻ പോയത് അങ്ങോട്ട്. അവിടെ എൻ്റെ സൈക്കിൾ ഉണ്ടോ, അപ്പം എൻ്റെ അലിക്ക് കളിക്കാൻ കൊടുത്തതാ. ഇവിടെ കുട്ടികൾക്ക് ഇവിടെ ഇരിക്കാൻ ഇവിടെയൊക്കെ ഹട്ടുണ്ട്. പിന്നെ കുറേ പോലീസുമാരുണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, അങ്ങനെ ആൾക്കാരുണ്ട്. രാവിലെ ആകുമ്പോഴത്തേന് എന്ത് സുഖം അവിടെ ഇരിക്കാം. പാതിരാകുമ്പോ പേടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ എക്സ് എഴുതിക്കൊണ്ടേ ഇരിക്കാം. എക്സ് ചെറുതല്ലേ എഴുതുക, ഞാനങ്ങനെ ചെറുതേ എഴുതുന്നു. ഇവിടെ മരങ്ങൾ കളർ കൊടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറാക്കി. പിന്നെ മരങ്ങൾ പൂക്കൾക്കൊക്കെ കളർ കൊടുത്തിട്ട് കുറേ കളർ കൊടുത്തിട്ടോ. റീഡിങ് ഏരിയ ഉണ്ട്, അയാൾ അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ റീഡിങ് ഏരിയയിൽ പഠിക്കാം. വേറെ റീഡിങ് ഞാനിപ്പം കൽദിയ പാർക്കിലാണ്. ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ, പൂങ്കൊടും കണ്ടടും കായ് വരണ്ടേ, എന്താകുമോ കൊച്ചതാമര ബനാനെ ഒരു പൂ തരാമോ, ബനാനെ ഒരു കായ് തരാമോ, പൂങ്കൊടും കണ്ടടും കായ് വരണ്ടേ, എന്താകുമോ പച്ചതാമര. ഇവിടെ കുരുവികളെ കാണാം, ചെറിയ കുരുവികളെ കാണാം, പിന്നെ പക്ഷികളെയും കാണാം, പൂജനെയും കാണാം. ഞാനിവിടെ ഒരു ഓറഞ്ച് പൂജനുണ്ട്. സൈക്കിൾ അവിടെ ഉള്ളു. എന്നാലും ഞാൻ സൈക്കിൾ ഓടിക്കാൻ പോവാം. സൈക്കിൾ ഓടിച്ച് കാണിച്ചു തരാം. വാ. Bye-bye.